ജിഷ ബിജിത്ത് തലശ്ശേരിയിൽ നിന്നാണ് വരുന്നത്. ഞാനിവിടെ ചെയ്യുന്നത് ഒരു പ്രോൺസ് ബിരിയാണിയാണ്. തലശ്ശേരി സ്റ്റൈലാണ് ചെയ്യുന്നത്. പ്രോൺസ് ട്രോപ്പിക്കൽ ഡിലൈറ്റ് ബിരിയാണിയാണ്. അതിനായിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഏകദേശം 2 കപ്പോളം വരും. ഇതിനകത്ത് ഞാൻ കുറച്ച് സവാള സ്ലൈസ് ചെയ്തതും കുറച്ച് ഉപ്പാണ് നമ്മൾ ചേർക്കുന്നത് സ്റ്റോക്ക് ഉണ്ടാക്കാനായിട്ട്. കുറച്ച് മല്ലിയില കൂടെ ചേർക്കണം. ഇനി നമുക്ക് ചെമ്മീൻ്റെ തല ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരു ശകലം മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മുടെ ചെമ്മീൻ്റെ സ്റ്റോക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ തലയൊന്ന് മാറ്റാം. നമ്മൾ റൈസിലേക്ക് ചേർക്കാനുള്ള സ്റ്റോക്കാണിത്. സവാള വറുത്ത് കോരാനാണ്. ഏകദേശം ഒരു വലിയ ടേബിൾ സ്പൂണ് നെയ്യ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. സവാള ഒരു 1/4 ചേർത്ത് കൊടുക്കുക. ഈ ഓയിലിനകത്ത് നന്നായിട്ട് പൊരിച്ച് കോരണം ഈ സവാള. പ്രോൺസ് ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം. കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് ആവശ്യത്തിന്, ഇഞ്ചി വെളുത്തുള്ളി, കുറച്ച് പച്ചമുളക് ക്രഷ് ചെയ്തതും ഒരു ടീസ്പൂൺ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക പ്രോൺസിലേക്ക്. ഇനി ഇത് ഓയിലിനകത്ത് നമുക്ക് കോരി മാറ്റാം. ഈ സവാള എപ്പം നമ്മൾ ഫ്രൈ ചെയ്യുകയാണെങ്കിൽ ഫ്രൈ ചെയ്തതിന് ശേഷം ഇങ്ങനെ ഒരു പരന്ന പാത്രത്തിൽ ചേർക്കുകയാണെങ്കിൽ കളറ് കിട്ടും. അപ്പോൾ നമ്മൾ പ്രോൺസ് എല്ലാം നന്നായിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഈ ഒരു പാനിൻ്റെ അകത്തുനിന്ന് ഈ ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ഇതിൻ്റെ മസാല തയ്യാറാക്കാം നമുക്ക്. അതിനായിട്ടൊരു പാൻ ഇപ്പം ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ചുകൂടെ ഗീ ചേർത്ത് കൊടുക്കാം നമുക്ക്. ഒരു 4 സവാളയുണ്ട് സ്ലൈസായിട്ട് മുറിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് ചെറിയുള്ളി കൂടെ ചേർത്ത് കൊടുക്കാം. ഈ സവാള നന്നായിട്ട് വഴന്നു വരാനായിട്ട് നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ജിഷ ബിജിത്ത് തലശ്ശേരി. മറ്റൊരു തലശ്ശേരി. അപ്പോൾ തലശ്ശേരി ബിരിയാണിയാണോ ഉണ്ടാകുന്നത്? തലശ്ശേരി സ്റ്റൈൽ ദം ബിരിയാണി ഞാൻ തന്നെ ക്യൂറേറ്റ് ചെയ്തിട്ടുള്ള ഒരു ബിരിയാണിയാണ്. ട്രോപ്പിക്കൽ സ്റ്റൈലിൽ പ്രോൺസ് ട്രോപ്പിക്കൽ ഡിലൈറ്റ് ബിരിയാണി. ഞാൻ ഒരുപാട് പരിപാടിക്കൊക്കെ പങ്കെടുത്തിട്ട് ഇതിനകത്തൊക്കെ വിൻ ഞാൻ തന്നെ ക്യൂറേറ്റ് ചെയ്തതാണ്. ഇതിനകത്ത് മെയിനായിട്ട് ചേർക്കുന്നത് പ്രോൺസ് ആണ്. പ്രോൺസിന്റെ ഫ്ലേവർ വരുത്തക്ക വിധത്തിൽ ഒരുപാട് മസാലയൊന്നും ചേർക്കാണ്ട് നമ്മൾ പെരിഞ്ചീരകല്ലേ അതിന്റെ മസാല കൊടുത്തിട്ട് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പിന്നെ ഞാൻ വേറൊരു ഇൻഗ്രീഡിയൻറ്റ് ചേർക്കുന്നുണ്ട് മാം. സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് അല്ല, ആംല, നെല്ലിക്ക ക്രഷ് ചെയ്തത്, പിന്നെ പച്ചമാങ്ങ, പിന്നെ ട്രോപ്പിക്കൽ ഫ്രൂട്ട്സ് എന്ന് പറഞ്ഞത് പൈനാപ്പിൾ, പച്ചമാങ്ങ ആൻഡ് ഇത് നമ്മളെ നെല്ലിക്ക ചതച്ചത്. ഓ അതാണ്. ഓക്കെ ഓക്കെ. ഞാൻ കഴിഞ്ഞ വർഷം വരെ ദുബായിലായിരുന്നു. അന്നേരം മാമിനെ മീറ്റ് ചെയ്തത് ഇവിടെ ഷാർജ ബുക്ക് ഫെയറിൽ 2017. അവക്കാഡോ ചീസ് കേക്ക് അതൊരിക്കലും മറക്കാൻ പറ്റില്ല. ചീസ് കേക്ക് അതിൻ്റെ വേരിയേഷൻ ഞാൻ ചക്കയിൽ കൊണ്ടുവന്നു. അപ്പോൾ ലുലുലൊക്കെ ഫസ്റ്റും പ്രൈസ് വിൻ ചെയ്ത ഒരുപാട് ബുക്സ് എൻ്റെ കയ്യിലുണ്ട്. മക്കളൊക്കെ ഇപ്പോൾ ഏതാ സ്റ്റേജാണ്? മോന് ബിടെക്കിന് പഠിക്കുകയാണ് കാഞ്ചീപുരത്ത്, ചെന്നൈയിൽ. പിന്നെ രണ്ടാമത്തെ ആൾ 8th, 2 ആൺകുട്ടികളാണ്. താങ്ക് യു. ഇതിലേക്ക് നമുക്ക് ഇഞ്ചി ചതച്ചത് ചേർത്ത് കൊടുക്കാം. സെയിം ടൈമിൽ തന്നെ നമുക്ക് ഗാർലിക്ക് ഒരു ചതച്ചത് ചേർത്ത് കൊടുക്കാം. ക്രഷ് ചെയ്ത പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ടൊമാറ്റോ ചേർത്ത് കൊടുക്കുക. പച്ചമാങ്ങ സ്ലൈസസ് ചേർത്ത് കൊടുക്കുക. നെല്ലിക്കേൻ്റെ ആ ഒരു ക്രഷ് ചെയ്ത് ഇത് 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുക. തീ വളരെ കുറച്ച് വെച്ചതിന് ശേഷം ഇതിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. പിന്നെ വേണ്ടത് പെരിഞ്ചീരപ്പൊടിയാണ്. വലിയ ടേബിൾ സ്പൂൺ തന്നെ ചേർക്കണം. പ്രോൺസ് ഫ്രൈ ചെയ്ത് ചേർത്ത് കൊടുക്കുക. മല്ലിയില ഒരു വലിയ കൈപ്പിടി തന്നെ ചേർക്കണം. പുതിനയില കുറച്ച് മതി. അതേപോലെ തന്നെ പൈനാപ്പിൾ ചെറുതായി കട്ട് ചെയ്തത് കുറച്ച് ചേർത്ത് കൊടുക്കുക. ഇനി ലാസ്റ്റ് ആൻഡ് ഫൈനലായിട്ട് ഇതിലേക്ക് വറുത്ത് വെച്ച സവാള ചേർക്കുന്നുണ്ട് നമ്മൾ. അതും ഒരു വലിയ കൈപ്പിടി ചേർത്ത് കൊടുക്കുക. ഒരു 1/2 ലവണും കൂടെ സ്ക്വീസ് ചെയ്ത് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ മസാല ഓൾമോസ്റ്റ് ഓൾ റെഡി ആയിട്ടുണ്ട്.
റൈസ് പ്രിപ്പയർ ചെയ്യാനായിട്ട് നമ്മൾ ഒരു പാൻ ഇപ്പോൾ ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഗീ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഹോൾ മസാലാസ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് കൈമ റൈസാണ്. കൈമ റൈസ് കുറച്ച് വെള്ളത്തിൽ നന്നായിട്ട് കഴുകിയതിന് ശേഷം ഊറ്റി വെച്ചതാണ്. അരിയെല്ലാം നന്നായിട്ട് ഇതിനകത്ത് ഈ ഗീയിലേക്ക് കോട്ട് ചെയ്ത് വരണം. ഇതിലേക്ക് നമ്മൾ ഒരു 3 ഗ്ലാസ് അരിയാണ് ഞാൻ കൈമ റൈസ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിലേക്ക് ഞാൻ 6 ഗ്ലാസ് വെള്ളം ഒഴിക്കുന്നുണ്ട്. ഇതിലേക്ക് ഞാൻ കല്ലുപ്പാണ് ഉപയോഗിക്കുന്നത്. ഈ ഒരു സ്റ്റോക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് വെളുത്തുള്ളി ക്രഷ് ചെയ്തതും ഇഞ്ചി ക്രഷ് ചെയ്തതും കുറച്ച് പച്ചമുളക് ക്രഷ് ചെയ്തതും ഈ റൈസിൽ ഫ്ലേവർ കൊടുക്കാനായിട്ട് ചേർത്ത് കൊടുക്കാം. ഇത് അടച്ചു വെച്ച് വേവിക്കാം. ഇവിടെ ഏത് സ്റ്റേജ് എത്തി? ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് കാഷ്യൂനട്ടും. അപ്പോൾ ആയില്ലേ? ദമ്മായോ? ദമ്മായിട്ടില്ല, ദമ്മൊന്നും മസാല റെഡി, മസാല റെഡി, ചോറ് റെഡി, ചമ്മന്തി റെഡി, അച്ചാർ റെഡി. ഇനി ദമ്മിടുന്ന ജോലിയുണ്ട്. നെക്സ്റ്റ് എന്താ അച്ചാറായിരുന്നു? ഞാൻ പൈനാപ്പിൾ അച്ചാർ പൈനാപ്പിൾ ഉണ്ടാക്കിയിട്ട് ട്രോപ്പിക്കൽ ആ രീതിയിൽ ചെയ്തുകൊണ്ട് പൈനാപ്പിൾ തന്നെ ആയിക്കോട്ടെ. ഓ ട്രോപ്പിക്കൽ, ഓക്കെ. ആ തീമിലായുണ്ട്, തീമാറ്റിക് ആയിട്ട് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നു. വീട്ടിൽ നമ്മൾ കിച്ചണിലൊക്കെ സെറ്റ് ചെയ്ത് വെക്കില്ല, അതുമാതിരി. യൂട്യൂബ് ചെയ്യുന്നുണ്ട് ചെറിയ രീതിയിൽ. ഉണ്ടോ? ഇൻസ്റ്റാഗ്രാം ചാനലുണ്ട്. ഓ വെരി ഗുഡ്. ജിഷാസ് കിച്ചൺ മാജിക് എന്ന് പറഞ്ഞു. ജിഷാസ് കിച്ചൺ മാജിക് ഇൻസ്റ്റയിലുണ്ട്. ആ ഓക്കെ. സെയിം പേര് തന്നെയാണ്? സെയിം പേര്, ജിഷാസ് കിച്ചൺ മാജിക്. റൈറ്റ്, ഞങ്ങൾ നോക്കാം. താങ്ക് യു മാം. ഓക്കെ. റൈസ് ഒന്ന് കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇതിലേക്ക് പ്രോൺസിൻ്റെ മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ദമ്മ് പൊട്ടിക്കുകയാണ്. നമുക്കിത് ഓപ്പൺ ചെയ്ത് നോക്കാം. നമുക്കിത് സർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം.